മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം. ബൈബിൾ ക്വിസ്. 1. സ്വർഗരാജ്യത്തെ യേശു ഉപമിച്ചത് തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കാൻ അതികാലത്ത് പുറപ്പെട്ട ആരോടാണ്? ഒരു വീട്ടുടയവനോട്. 2. വേലക്കാരുമായി ദിവസം ഒന്നിന് എത്ര പണം വീതമാണ് യജമാനൻ കൂലി നിശ്ചയിച്ചത്? ഒരു പണം വീതം. 3. മൂന്നാം നാഴികയിൽ ചന്തസ്ഥലത്ത് വെറുതെ നിൽക്കുന്ന മറ്റ് ആളുകളെ കണ്ട യജമാനൻ അവരോട് എന്തു പറഞ്ഞു? നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ, ന്യായമായത് ഞാൻ നിങ്ങൾക്ക് തരാം. 4. യജമാനൻ പിന്നീട് എത്രാം നാഴികകളിലാണ് പുറപ്പെട്ടു ചെന്ന് ഇപ്രകാരം തന്നെ ചെയ്തത്? 6-ാം നാഴികയിലും 9-ാം നാഴികയിലും. 5. 11-ാം നാഴികയിലും പുറപ്പെട്ടു ചെന്ന് വെറുതെ നിൽക്കുന്നവരോട്, നിങ്ങൾ ഇവിടെ ദിവസം മുഴുവൻ വെറുതെ നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി എന്തായിരുന്നു? ആരും ഞങ്ങളെ വേലയ്ക്ക് നിർത്തിയിട്ടില്ലാത്തതുകൊണ്ട്. 6. വൈകുന്നേരമായപ്പോൾ യജമാനൻ തന്റെ കാര്യസ്ഥനോട് കൂലി കൊടുക്കാൻ ആവശ്യപ്പെട്ടത് ഏത് ക്രമത്തിലാണ്? പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ. 7. 11-ാം നാഴികയിൽ വന്നവർക്ക് എത്ര വീതമാണ് കൂലി ലഭിച്ചത്? ഒരു പണം വീതം. 8. ആദ്യം വന്നവർ തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് വിചാരിച്ചെങ്കിലും അവർക്കും എത്ര വീതമാണ് ലഭിച്ചത്? ഒരു പണം വീതം. 9. കൂലി വാങ്ങിയപ്പോൾ ആദ്യം വന്നവർ വീട്ടുടയവനോട് പരാതി പറഞ്ഞത് എന്തായിരുന്നു? ഈ പിൻപന്മാർ ഒരു നാഴികയത്രേ വേല ചെയ്തു. ദിവസം മുഴുവൻ ഭാരവും വെയിലും സഹിച്ച് ഞങ്ങളോട് നീ അവരെ സമമാക്കിയല്ലോ. 10. പരാതി പറഞ്ഞവരിൽ ഒരുവനോട് യജമാനൻ നൽകിയ മറുപടി എന്താണ്? സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോടൊരു പണത്തിന് സമ്മതിച്ചില്ലയോ? നിന്റേത് എടുത്തു പോയിക്കൊള്ളുക. ഈ പിൻപകനും നിനക്ക് തന്നതുപോലെ കൊടുപ്പാൻ എനിക്ക് മനസ്സുണ്ട്. 11. എനിക്കുള്ളതുകൊണ്ട് എന്റെ ഇഷ്ടം പോലെ ചെയ്യുവാൻ എനിക്ക് അധികാരമില്ലയോ? ഞാൻ നല്ലവനാകിയാൽ നിന്റെ കണ്ണ് തിന്മയുള്ളതാകുന്നുവോ? 12. മുന്തിരിത്തോട്ടത്തിലെ ഉപമ അവസാനിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വാചകം എന്താണ്? ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. 13. യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് 12 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് രഹസ്യമായി പറഞ്ഞ പ്രവചനം എന്തായിരുന്നു? മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും, അവർ അവന് മരണശിക്ഷ വിധിക്കും. 14. യേശുവിനെ പരിഹസിക്കാനും ചാട്ടവാറുകൊണ്ട് അടിക്കാനും ക്രൂശിക്കാനുമായി ആരുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത് എന്നാണ് പ്രവചിച്ചത്? ജാതികളുടെ കയ്യിൽ. 15. ക്രൂശിക്കപ്പെടുന്ന മനുഷ്യപുത്രൻ എത്രാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് യേശു പറഞ്ഞത്? 3-ാം നാൾ. 16. സെബദിയുടെ മക്കളുടെ അമ്മ തന്റെ മക്കളോടുകൂടെ യേശുവിന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അപേക്ഷിച്ചത് എന്താണ്? നിന്റെ രാജ്യത്തിൽ എന്റെ ഈ 2 മക്കളിൽ ഒരുവൻ നിന്റെ വലത്തുഭാഗത്തും ഒരുവൻ നിന്റെ ഇടത്തുഭാഗത്തും ഇരിക്കുവാൻ കൽപ്പിക്കണമേ. 17. നിങ്ങൾ യാചിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല, ഞാൻ കുടിപ്പാനിരിക്കുന്ന എന്ത് കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് യേശു അവരോട് ചോദിച്ചു. പാനപാത്രം. 18. ഞങ്ങൾക്ക് കഴിയും എന്ന് അവർ പറഞ്ഞപ്പോൾ യേശു നൽകിയ മറുപടി എന്താണ്? എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും തീർച്ച, എങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എന്റേതല്ല, എന്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാകുന്നു. 19. സെബദിയുടെ മക്കളുടെ ഈ അപേക്ഷ കേട്ടപ്പോൾ ബാക്കി 10 ശിഷ്യന്മാർക്ക് എന്തു തോന്നി? അവർ ആ 2 സഹോദരന്മാരോട് കോപിച്ചു. 20. ജാതികളുടെ പ്രഭുക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, വലിയവർ അവരുടെ മേൽ അധികാരം കാണിക്കുന്നു, നിങ്ങളുടെ ഇടയിലോ അങ്ങനെ ആകരുത്. 21. നിങ്ങളുടെ ഇടയിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ ആരായിരിക്കണം? നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ. 22. നിങ്ങളുടെ ഇടയിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ ആരായിരിക്കണം? നിങ്ങളുടെ ദാസൻ. 23. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, എന്തിനാണ്? ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ വീണ്ടെടുപ്പ് വിലയായി കൊടുപ്പാനും. 24. അവർ എരീഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ വലിയൊരു പുരുഷാരം യേശുവിനെ പിന്തുടർന്നു. അപ്പോൾ വഴിയരികെ ഇരുന്നിരുന്നത് ആരെല്ലാമാണ്? 2 കുരുടന്മാർ. 25. യേശു കടന്നുപോകുന്നു എന്ന് കേട്ടപ്പോൾ കുരുടന്മാർ ഉറക്കെ നിലവിളിച്ചത് എന്താണ്? കർത്താവേ, ദാവീദ് പുത്രനെ, ഞങ്ങളോട് കരുണ തോന്നണമേ. 26. കുരുടന്മാർ മിണ്ടാതിരിക്കേണ്ടതിന് പുരുഷാരം അവരെ ശകാരിച്ചപ്പോൾ അവർ എന്തു ചെയ്തു? അവർ കൂടുതൽ ഉറക്കെ നിലവിളിച്ചു. 27. യേശു നിന്ന് അവരെ വിളിച്ചു ചോദിച്ച ചോദ്യമെന്ത്? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു? 28. കർത്താവെ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു കിട്ടണം എന്നു പറഞ്ഞ കുരുടന്മാരോട് യേശുവിന് എന്തു തോന്നി? മനസ്സലിവ് തോന്നി. 29. യേശു അവരുടെ കണ്ണുകളെ തൊട്ട ഉടനെ അവർക്ക് എന്തു സംഭവിച്ചു? അവർക്ക് കാഴ്ച ലഭിച്ചു.